മഴ തോരും മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവർദ്ധനൻ ഇങ്ങനെ പറയുന്നുണ്ട് അലീനയുടെ അടുത്ത് ആ പയ്യന്റെ ഭാവ്യം അതുപോലെ തന്നെ ഇവിടുത്തെ പെൺകുട്ടികളുടെ ജീവിതമൊക്കെ കഷ്ടത്തിലാണെന്ന്. കാരണം പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇങ്ങനെയൊന്നും അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് വിഷമിപ്പിക്കരുതെന്നൊക്കെ അലീന പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു എന്നാണ് ഗോവർദ്ധനൻ പറയുന്നത്. കാരണം എല്ലാത്തിനും അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയല്ലായിരുന്നോ. ബാലേന്ദ്രന്റെ അടുത്ത് ഇനിയിപ്പോ ജാമ്യം കിട്ടുന്നോ അതുപോലെ തന്നെ കൂടുതൽ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും നാളത്തെ ന്യൂസ് പേപ്പർ വരുന്നതോട് കൂടിയിട്ട് എല്ലാം പൊളിയും. കാരണം അതിനകത്ത് 4 പ്രതികളുടെ പടവും മുൻ പേജിൽ തന്നെ കാണും. അതുമാത്രമല്ല ആ പെൺകുട്ടിയെ കൊണ്ടുപോയ വീട്, പീഡിപ്പിച്ച മുറി, അതുപോലെ ആ കുട്ടിക്ക് കൊടുത്ത മയക്കുമരുന്നിന്റെ കുപ്പി, ആ കുട്ടിയെ കൊണ്ടുപോയ കാറ്, സകല കാര്യങ്ങളും പത്രത്തിൽ വരും. നമ്മളും കണ്ടതാണല്ലോ പല പീഡന കേസുകളിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ എന്നെയാണ് ഏൽപ്പിച്ചതെന്നുള്ള കാര്യം ഗോവർദ്ധൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം വേറെ ആരും ഇല്ലല്ലോ. എന്നാൽ ഇത് കേട്ട അലീനയാണെങ്കിൽ അങ്കിള് ഹോസ്പിറ്റലിൽ തന്നെ നിന്നാ മതി എന്ന് പറയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനാണ്. ഗോവർദ്ധനം പോകുന്ന സമയത്ത് എന്താ അങ്കിളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ബബിത അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തു, ഒരു വക്കീലിനെ വെച്ചിട്ട് ജാമ്യത്തിലെടുത്താ പോരെന്നാണ് കേട്ടോ ബബിത പൊട്ടത്തരം ചോദിക്കുന്നത്. അതൊക്കെ നോക്കണമെന്ന് ഗോവർദ്ധനൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ അലീനയുടെ അടുത്ത് മാത്രം കാര്യങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയാനുള്ള അവകാശമില്ലേ? ഞങ്ങൾ എന്താ അച്ഛന്റെ മക്കളല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരിയാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് തളച്ചു കയറുവാണ് കേട്ടോ ബബിത. ഇത് കേട്ട ഉടനെ തന്നെ ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എടി മോളെ, നീ ആദ്യം ഒന്ന് നിലത്ത് നിൽക്കേ. നിന്റെ അമ്മ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അതേ ഹോസ്പിറ്റലിൽ ICUല് നിന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. നിന്റെ ആങ്ങളെയാണെന്നുണ്ടെങ്കിൽ ബലാത്സംഗ കേസില് പോലീസിന്റെ അടിയും മേടിച്ച് പോലീസ് ക്യാമ്പിൽ കിടക്കുന്നു. നാളെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലുണ്ടല്ലോ നിന്റെ നാട്ടുകാരി കല്ലെറിയും. അതുകൊണ്ട് പൊന്നു കൊച്ചൊന്ന് അടങ്ങി നിൽക്ക്. നിന്നോടൊക്കെ കുറെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നിനക്കൊക്കെ വല്ലതും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ഗോവർദ്ധൻ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ആകെ നാറെ പോലെ നിൽക്കുവാണ് ബബിത അവിടെ. ഗോവർദ്ധനം പോയി കഴിഞ്ഞ ശേഷം ബബിത അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീന നിനക്ക് എന്താണ് അറിയേണ്ടത്? എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓ, നീയാണോ ഇവിടുത്തെ മീഡിയയുടെ ചാർജൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്? ചിരിച്ചും കണ്ണു കാണിച്ചിട്ടും എല്ലാവരും മയക്കി വെച്ചിരിക്കുകയാണല്ലേ? അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. അതുകൊണ്ടാ പറഞ്ഞത് നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നീ എന്റെ അടുത്ത് ചോദിച്ചോന്ന്. അങ്ങനെ നീ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ നീ വലിയ ആളായിരിക്കും, പക്ഷെ എനിക്ക് നീ വെറും പുല്ലാണ്. എന്റെ തലമുടി നാരിന് അത്ര പോലും വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതി സംസാരിക്കുകയാണ് ബബിത. എന്നിട്ട് മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് കൊല്ലപ്പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ആളുകൾ എത്തിയിട്ടോ കല്ലെറിനൊക്കെ വേണ്ടിയിട്ട്. ഗേറ്റ് തുറക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ അവന്മാര് മേലൊക്കെ കയറിയിട്ട് കല്ലൊക്കെ എറിയുന്നുണ്ട്. ഇത് കണ്ട് കമലയാണെങ്കിൽ ഓടി ചെന്ന് മനുവിനെ വിളിക്കുവാണേ. മനു കുറേ നേരം കഥകിന് മുട്ടിയതിന് ശേഷമാണ് കേട്ടോ തുറക്കുന്നത്. എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ ചേർന്നിട്ട് ഗേറ്റ് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കല്ലുകളൊക്കെ എടുത്തെറിയുന്നു എന്നൊക്കെ പറയണേ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അങ്ങോട്ടേക്കൊന്ന് വാ എന്ന് കമല പറഞ്ഞ് വിളിക്കുമ്പോ ഇളയ മകനില്ലേ അവരെ തേടി വന്നതാണ്. അവനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ. അത് ഞാൻ ചെന്ന് സ്വീകരിക്കണം അല്ലേ? ആളുകളാണെങ്കിൽ പുറത്തിങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. ഒരു കൈതയ്ക്കൽ മാളിക വീട്, പെണ്ണിനെ പീഡിപ്പിച്ച് ഇറങ്ങി വാട ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മനു അതുപോലെ കമലയും കൂടി മുകളിലെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് തെരുവിളിയും അതുപോലെ തന്നെ ഇറങ്ങി വാട അടിക്കുന്നുള്ള മറ്റുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കമലയുടെ അടുത്ത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മനു പറയുന്നത്. അങ്ങനെ മനു മാത്രമാണ് കേട്ടോ മുകളിൽ നിൽക്കുന്നത്. അപ്പോഴേക്കും പോലീസ് എത്തുന്നുണ്ട്. പോലീസുകാരെ കാണുമ്പോഴേക്കും ഇവർ ഓടുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു ബഹളം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇതാണ് ആ ബലാത്സംഗം ചെയ്തവന്റെ വീട് സാർ, അവൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ കസ്റ്റഡിയിലാണ് കേട്ടോ ഉള്ളത്. അല്ല സാർ, ഇവൻ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ വീണ്ടും പറയാണ് കേട്ടോ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെയൊക്കെ പേരെന്താടാ? എല്ലാത്തിനും പിടിച്ചിട്ട് അകത്തിടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പിടിക്കുന്നുണ്ട്. കാരണം തീ വെക്കണോടാ നിനക്ക്, അതുപോലെ തന്നെ വീട് തല്ലി പൊളിക്കണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോലീസുകാർ പിടിക്കുന്നുള്ള കാര്യം കാണുമ്പോഴേക്കും എല്ലാം ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്മാര് ഓടുന്നത് കാണുമ്പോൾ പോലീസ് പുറകെ പോകുന്നുണ്ടല്ലോ. വണ്ടിയിലേക്ക് ഇന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെ പറയാണ് കേട്ടോ, സദാചാര പോലീസ് അല്ല, ഒരുത്തിന് നേരെ നിന്നിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ല, അസൂയ പോലീസാണ്, അവന്മാർക്ക് കിട്ടിയില്ല, അതിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ജീപ്പെടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മനു ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ. ഉള്ളിലേക്ക് കയറി പോവാണ്. മനു ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, ബഹളമൊക്കെ കഴിഞ്ഞോ, അവര് പോയോന്ന്? പോലീസ് ജീപ്പ് കണ്ടപ്പോഴേക്കും അവർ പോയി എന്നുള്ള കാര്യം മനു അറിയിക്കുന്നുണ്ട്. നാട്ടുകാർ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, വീടും പൂട്ടിയിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പൊ ഹരിയുടെ കാര്യം അന്വേഷിക്കണ്ടേ? ഹരിയുടെ കാര്യമൊക്കെ പോലീസുകാർ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എടാ, നമ്മള് ഹരിയെ ഒന്ന് പോയി കാണണ്ടേ പോലീസുകാരെയും? കാരണം അവന് ആരും ഇല്ലാത്തവനാണെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലി ചതിക്കില്ലേ പോലീസ്? അവരുണ്ട് എന്നും അവന്റെ അച്ഛൻ ശിവശങ്കരൻ ഗൾഫിൽ പോയിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്നും എല്ലാ കാര്യങ്ങളും പോലീസിനറിയാം. ഒന്നും അറിയാത്ത പൊട്ടന്മാരല്ല പോലീസുകാര്. എടാ, കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് ഹരിയെ തല്ലാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടാനുള്ളതൊക്കെ അവനിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ സബ് ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കൂടി അവിടുന്ന് കിട്ടിക്കോളും.
ഇനിയിപ്പോ പോലീസുകാർ അടിച്ചിട്ടില്ലെങ്കിലും അവിടെ സെല്ലിലുണ്ടാവല്ലോ ഒരുപാട് ആൾക്കാര്, അവര് നന്നായിട്ട് പിടിച്ചിട്ടടിക്കും. വിവരം ശരിക്കും നാളെ അറിയും. ഇവര് 4 പേരും കൂടി ചേർന്നിട്ടേ ഒരു പെൺകൊച്ചിനെ പിച്ചി കീറാണ് ചെയ്തിരിക്കുന്നത്. എടാ, നീ എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം പേടിപ്പിക്കുകയാണോ ചെയ്യുന്നതെന്ന് കമല ചോദിക്കുമ്പോ, അതെ അമ്മ പേടിക്കണം. അമ്മയ്ക്ക് ഇളയ മോനെ കുറിച്ചിട്ട് ഒരു പേടി ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അമ്മ കടിച്ചു കീറും. എന്തായാലും ഇനി അമ്മ കുറച്ച് പേടിക്ക്. ഹരി ഒറ്റയ്ക്കല്ലോ, ബാലേന്ദ്രന്റെ മകനും കൂടി ഉണ്ടല്ലോ എന്ന് കമല പറയുന്നത് കേൾക്കുമ്പോ ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ. സത്യത്തിൽ അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനെല്ലാം അലീനയല്ലേ കാരണം എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ഒട്ടനെ അങ്ങ് ചാടി കയറുവാണ് കേട്ടോ. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായില്ലേ? എന്താ സംശയം? അവൾ തന്നെ കാരണം. അവൾ ഒറ്റൊരുത്തിയാണ് സർവനാശം ഉണ്ടാക്കിയതും അതുപോലെ 2 കുടുംബം നശിപ്പിച്ചതും. ഇതെല്ലാം കേട്ട് അനു ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഒരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് വൈറസാണ്, കോവിഡിനേക്കാളും മാരകമായ വൈറസ്. പിന്നെ കൂടുതലായിട്ട് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് മനു റൂമിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ മുത്തശ്ശി അവിടുന്ന് മനു എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഉടനെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കമല അവിടുന്ന് ആക്ഷനും കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നുണ്ട്, കമല ഇതെന്താ ആരും വരാത്ത അത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല മുത്തശ്ശി എന്തിനാ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. എത്ര നേരമായി ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നു, എന്താ ആരും ഒന്നും ഇങ്ങോട്ട് വരാത്തത്? എന്താ മുത്തശ്ശിക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചായയോ കാപ്പിയോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കുറച്ചു നേരത്തെ ഒരുത്ത മതിലിന്റെ മുകളിൽ കയറി നിന്നിട്ട് തെറി വിളിക്കുന്നത് കേട്ടല്ലോ. നിങ്ങൾ ആരും അതൊന്നും കണ്ടില്ലേ? ഗേറ്റിനടിക്കുന്ന ഒച്ചയൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം മുത്തശ്ശി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മനു അരികിലേക്ക് അങ്ങ് ചെന്നിരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ. എന്നതിന് ശേഷം കൈകളൊക്കെ പിടിച്ചിട്ട്, മുത്തശ്ശി ഈ കുടുംബത്തിൽ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഞാനത് മറച്ചു വെച്ച് കഴിഞ്ഞാലും നാളെ മുത്തശ്ശി എല്ലാം അറിയും. എന്താ മോനെ കാര്യം എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹരി ഒരു പെൺകൊച്ചുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, അവനെയൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പെൺകൊച്ചുണ്ടായിരുന്നോ എന്നാണ് മുത്തശ്ശി ഇത് കേട്ട ഉടനെ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ലവരല്ലല്ലോ വേണ്ടത്, കുറച്ച് ഉടായ്പൊക്കെ ഉള്ള കലിപ്പമാരെയല്ലേ. ഹരിയാണെങ്കിൽ അതിന് പറ്റിയൊരുത്തനാണല്ലോ. അവൻ ആ പെൺകൊച്ചിനെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് മേൽമറ്റത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബർത്ത്ഡേയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അവന്റെ 3-4 കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് മോന് പറയുന്നത്, ആ പെൺകൊച്ചി ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. ഹരിയും അതുപോലെ തന്നെ 3-4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതൊക്കെ മോനെ എപ്പോഴാ സംഭവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. ഇന്നലെയാണ് മുത്തശ്ശി സംഭവിച്ചത്. ഇന്ന് വെളുപ്പിനെ തന്നെ ഹരിയുടെ ഫ്രണ്ട് നരന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവൻ ചെന്ന് നോക്കിയപ്പോ പോലീസ് ഉണ്ടായിരുന്നു. പോലീസുകാരാണ് ഹരിയെ അവനെ കൊണ്ട് വിളിപ്പിച്ചത്. ചതിയല്ലേ മോനെ അത്? അവൻ അതറിയാതെ പോലീസിന്റെ വായിലേക്ക് ചെന്ന് വീണതല്ലേ. അപ്പൊ ഹരിയെ പോലീസ് പിടിക്കണ്ടായിരുന്നോ എന്ന് മനു ചോദിക്കുമ്പോ, അല്ലടാ അവൻ നമ്മുടെ ചെറുക്കനല്ലേ. കൊള്ളാം, മുത്തശ്ശിയുടെ ന്യായം എന്തായാലും കൊള്ളാം. എന്നാ ഒരു കാര്യം കൂടി അറിഞ്ഞോ, വൈജയന്തിയുടെ മകനുണ്ടല്ലോ രോഹിത്, അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശിക്ക് ആകെ സങ്കടവും കരച്ചിലൊക്കെ വന്നിട്ട് വൈജ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ മുത്തശ്ശി അറിയാതിരിക്കുന്നത്? നാളത്തെ പത്രത്തിലുണ്ടല്ലോ സകല കാര്യങ്ങളും, അതുപോലെ 4 പേരുടെ ഫോട്ടോയും ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വരും. പെൺകുട്ടികളെ പേടിപ്പിച്ച 4-അംഗ സംഘം, 1-ാം പ്രതി കൈദിക്കൽ മാളിക വീട്ടിലെ ഹരി, 2-ാം പ്രതി രോഹിത് ബാലേന്ദ്രൻ. അങ്ങനെ മറി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചെവികൾ പൊത്തിയിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട എന്ന്. ഇതൊക്കെ എങ്ങനെ സഹിക്കും വൈജ എന്ന് ചോദിക്കുമ്പോൾ, സഹിച്ചേ പറ്റുള്ളൂ. ഭർത്താവിനെയും അതുപോലെ തന്നെ ആങ്ങളമാരെയും അമ്മയും ഒക്കെ വെല്ലുവിളിച്ചും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആലോചിക്കണം ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെന്ന്. അവനവൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുമ്പോഴേ തോറ്റുപോകുന്നത് സ്വന്തം മക്കളാണ്. എടാ, അവളെന്താ പിഴച്ചത്? ബാലേന്ദ്രനല്ലേ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടന്നതും തോന്നിവാസം ചെയ്തതൊക്കെ? മകളാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിയെ. ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശിയുടെ അടുത്ത് മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ മകള് ഒന്ന് പിഴച്ചില്ലേ എന്ന്. ആഗ്രയിൽ പോയി താമസിച്ച സമയത്ത് ഒരുത്തന്റെ കൂടെ നടന്നിട്ട് ഗർഭിണിയായതോ? നെയ്യാറ്റിങ്ങരയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മുത്തശ്ശനും അതുപോലെ തന്നെ രാമുണ്ണി മാമനും കൂടി ചേർന്നിട്ട് ആന്റിയുടെ രഹസ്യ പ്രസവം നടത്തിയതോ? ആ കുഞ്ഞിനെ വല്ലയിടത്തും കൊണ്ടുപോയി എറിഞ്ഞിട്ട് ചത്തുപോയെന്ന് കള്ളം പറഞ്ഞതോ? എന്നിട്ട് നല്ല പിള്ള ചമയുന്നു. നാണമില്ലേ നിങ്ങൾക്കാർക്കും? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത് ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കണം. ഞാന് സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നു. എടാ, എന്നാലും എന്നോട് നീ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴേക്കും, മുത്തശ്ശി നിങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിന്റെ ഫലങ്ങളാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എവറി ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് ഫലത്തിനും അതിന്റെ പ്രതിഫലം കിട്ടും. അത് സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും. ചിലപ്പോ തലമുറകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോ കണ്ടില്ലേ. ഇനിയിപ്പോ മനു എന്താ ചെയ്യേണ്ടത്? ശിവനെ രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചോന്ന് ചോദിക്കുമ്പോ, അമ്മ വിളിച്ചപ്പോ അച്ഛനെ കിട്ടിയില്ല, ഞാനും വിളിച്ചു നോക്കി കിട്ടിയില്ല. അച്ഛനെ ഓഫീസിലേക്ക് വിളിച്ചപ്പോ അച്ഛൻ എന്തോ യാത്രയിലാണെന്നാ പറഞ്ഞത്.
മുത്തശ്ശി എന്തായാലും കിടന്നോ, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അരികിന്ന് പോവാണ് കേട്ടോ മനു അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ സൗദാമിനി അവിടെ നിന്നിട്ട്. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോ വിശേഷത്തിൽ കാണിക്കുന്നത് ഹരിയെ കൂട്ടിക്കൊണ്ട് പോലീസുകാര് കൈതക്കൽ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. പോലീസ് ജീപ്പ് പുറത്ത് വരുന്നത് കേൾക്കുമ്പോഴേക്കും മനു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഹരിയാണെന്നുണ്ടെങ്കിൽ മനുവിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറുവാണ്. കമലയുടെ മുമ്പിലേക്ക് അങ്ങ് ഉന്തി തള്ളി അങ്ങ് വിടുന്നുണ്ട് കേട്ടോ ഹരിയെ. അതിനുശേഷം പോലീസുകാര് കമലയുടെ അടുത്ത് പറയുന്നുണ്ട് അവനെ കൊണ്ട് ഞങ്ങള് അവന്റെ മുലപ്പാല് വരെ ഛർദിപ്പിച്ചു എന്നുള്ള കാര്യം. അത്രയ്ക്കും ചതച്ച് അവനെ പരിപ്പ് ഇളക്കി എന്നുള്ള കാര്യമാണ് കേട്ടോ കമലയുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുവാണ് നമ്മുടെ കമല. എന്നീ രംഗങ്ങളൊക്കെയാണ് നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് കേട്ടോ.